മുൻകാലങ്ങളിൽ മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളിൽ 1.12 ലക്ഷം തീർത്ഥാടകർ വരെ 18-ാം പടി കയറിയിരുന്നു. കഴിഞ്ഞ തവണ ദിവസവും 60,000 പേരെ കയറ്റിയാൽ മതിയെന്ന് പോലീസ് നിർബന്ധം പിടിച്ചു. പിന്നീടത് 70,000 ആക്കിയെങ്കിലും പാളിച്ചകൾ തുടർന്നു. കാനനപാതകളിലും തടഞ്ഞുവച്ചതോടെ തീർത്ഥാടകർ മണിക്കൂറുകളോളം നരകിച്ചു. ദിവസവും 1 ലക്ഷം പേരെയെങ്കിലും അനുവദിക്കണം എന്നായിരുന്നു ഭക്തജന സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പോലീസ് ഇത് അംഗീകരിച്ചില്ല. ദേവസ്വവും പോലീസും തമ്മിൽ തർക്കമായി. ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ ADGP സംസാരിച്ചത്. ഈ ആരോപണത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അപ്പോൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നിട്ടും പോലീസിന് വീഴ്ചയുണ്ടായില്ല എന്ന നിലപാടായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിക്ക്. ശബരിമലയിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലീസ് ഇടപെടലായിരുന്നു കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഇതിനെ എതിർത്തു. അങ്ങനെ ശബരിമല ചർച്ചയായി. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ആരെയും പിണക്കാതെ മുഖ്യമന്ത്രി മുമ്പോട്ട് പോവുകയായിരുന്നു.